പ്രിയമുള്ളവരെ, രാഷ്ട്രീയ വൈരാഗ്യം എത്രത്തോളം മനുഷ്യനെ ബാധിക്കുന്നു എന്ന് ഇന്നത്തെ സംഭവം കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. എറണാകുളത്തെ ഒരു വനിതാ നേതാവ് കോൺഗ്രസിന്റെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നൊരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചായിരുന്നു. ആ പങ്കുവച്ചിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈദ് മുബാറക് എന്ന് പറഞ്ഞിട്ട് പിണറായിക്ക് ഈഡി മുബാറക്. ഇവരൊക്കെ പൊതുസേവനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരുവിധം ഉള്ള സോഷ്യൽ മീഡിയയിലേക്ക് ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. മുമ്പൊക്കെ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കണ്ട് ശീലിച്ചൊരു സംഭവമാണ് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭരണം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ട് രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഇപ്പം നമ്മുടെ നാട്ടിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതായത് ഇല്ലായ്മ ചെയ്യുക. നമ്മൾ ഡൽഹിയിൽ കണ്ടില്ലേ കെജ്രിവാളിന്റെ സംഭവം? അതേ കണക്ക്. 2 വർഷം കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ പുള്ളി ഇപ്പോൾ എവിടെ നിൽക്കുന്നു? എങ്ങുമില്ലാതെ നിൽക്കുന്നു. അതേ കണക്കാണ്. നമ്മളെ പിണറായിയെയും അകത്താക്കി ഇട്ട് ഇല്ലാതായി ചെയ്യാമെന്ന് കരുതി. പക്ഷെ അത് നടന്നില്ല. പക്ഷെ ഇപ്പൊ കേൾക്കുന്ന പുതിയ ന്യൂസുകൾ പ്രകാരം അവരെ അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചെന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. മൊബൈലിൽ പിടിച്ചെടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ളതാണെന്ന് അറിയത്തില്ല. ചില വാർത്താ ചാനലിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അന്വേഷണത്തെ ഭാഗം നടക്കട്ടെ. പക്ഷെ ഈ വ്യക്തി വൈരാഗ്യം തീർക്കാനായിട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ എറണാകുളത്തുള്ള വനിതാ നേതാവൊക്കെ അവരൊക്കെ സമൂഹത്തിൽ ഒരുപാട് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരല്ലേ. അത് ഈ രാഷ്ട്രീയ ഒരു പാർട്ടിയിൽ മാത്രം ഉള്ള ആൾക്കാരായിരിക്കില്ലല്ലോ ഇവരുമായിട്ട് സഹകരിക്കുന്നത്. ആ കാര്യം പോലും ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ്. എന്തായാലും നടക്കട്ടെ, നമുക്കെന്താന്ന് നോക്കാം.